ഇപ്പോൾ പന്നിങ്കര ടോൾ ബൂത്തിൽ നടക്കുന്ന പ്രതിഷേധം അത് അവർ പ്രതിഷേധക്കാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം പുതിയ പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തേണ്ടി വരികയാണ്. ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിൽ പ്രശ്നം, ഏറ്റെടുത്ത പണം കിട്ടാനുള്ള പ്രശ്നം, അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിയതിലുള്ള പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കാലവിളംബം എത്രയോ മാസങ്ങൾ നീണ്ടുപോയി. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ മരിച്ചു. തൃശ്ശൂരേക്ക് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് നിരവധി ആളുകൾ മരിച്ചു. അപ്പോഴെല്ലാം സമരങ്ങൾ ഇവിടെ തുടർച്ചയായിട്ട് നടന്നതാണ്. ഇവിടെ ഈ ടോൾ ബൂത്ത് ആരംഭിക്കുന്നതിനെതിരായി ഞങ്ങൾ പ്രതിഷേധിച്ചു. യഥാർത്ഥത്തിൽ എല്ലാ പണിയും പൂർത്തിയാക്കിയതിന് ശേഷം അത് ആരംഭിക്കാൻ പാടുള്ളൂ. പക്ഷേ അന്നും ഒരു വികസനം തടയുന്ന വിധത്തിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ടോൾ പിരിക്കാൻ തയ്യാറായപ്പോഴും പണി പൂർത്തിയാകാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചത്, ജനങ്ങൾ സഹകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഞങ്ങളുടെ സഹകരണം ഞങ്ങളുടെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ദുർബലരാണ്. ഇവിടുന്ന് മാണിയമ്പാറയ്ക്ക് അപ്പുറത്ത് പോയാൽ ഇത് നടക്കില്ല എന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് അവർ പോവാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മര്യാദക്കാരായതുകൊണ്ട് എല്ലാം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആരോടും പറയാതെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പ്രഖ്യാപിക്കുകയാണ്. പത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. ടോൾ പിരിക്കാൻ 5-ാം തീയതി മുതൽ ടോൾ പിരിക്കാൻ തീരുമാനിച്ചു പ്രദേശവാസികളോട്. എന്നാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജെന്റിൽമെൻ ധാരണയുണ്ട്. MLA-ക്കും മന്ത്രിക്കും അതുപോലെ മന്ത്രിസഭ ഉപസമിതിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ്. കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ ടോൾ പിരിക്കാൻ ആരംഭിക്കൂ എന്നാണ് അന്ന് കൊടുത്ത ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനവർ ന്യായം പറയുന്നത് പിന്നീട് ചർച്ചയൊന്നും നടന്നില്ല എന്നാണ്. ചർച്ച നടത്തേണ്ടത് അവരാണല്ലോ. അവരാലോചിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ എങ്ങനെ അവർ പരിഗണിക്കുന്നു എന്നത് അവരാണല്ലോ പറയേണ്ടത്. അവരിതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യം പ്രദേശവാസികളെ നിന്ന് ഒഴിവാക്കണം, മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ന്യായമായ തീരുമാനം ഉണ്ടാക്കണം, അത് സ്ഥിരമായും തുടർച്ചയായിട്ടും നിലനിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. അപ്പോൾ അതിൽ അവരുടെ നിലപാട് എന്താണെന്ന് അറിയിച്ചിട്ടില്ല. അത് അറിയിക്കാതെ തന്നെ ഏകപക്ഷീയമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ പിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു, വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊരു ധിക്കാരപരമായ നിലപാടാണ്, ഒരു ന്യായമല്ല, ഒരു ജനാധിപത്യ മര്യാദയല്ല. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഞങ്ങൾ ഈ സമരം തുറന്നു കൊണ്ടുപോയാൽ, നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിവൃത്തിയില്ല. ഈ നാട്ടിലെ ഒരു 5-6 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും, 5-6 പഞ്ചായത്തല്ല അതിനപ്പുറത്തുള്ളവരും ഒക്കെ തൃശ്ശൂരിനെ ആശ്രയിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങൾക്കും. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വടക്കഞ്ചേരി പോകേണ്ടതുണ്ട്. അപ്പോൾ ദിവസേന ഒരു 300, 400, 500 ഉറുപ്പിക ടോളിന് വേണ്ടി മാത്രം കൊടുക്കേണ്ടി വരികയാണ്. അത്ര ഒരു അന്യായം നടപ്പിലാക്കുമ്പോൾ അതിനോട് സഹകരിച്ച് പോകാൻ കഴിയില്ല. അതാണ് ഈ സമരത്തിൻ്റെ കാര്യം. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുതൽ പിരിക്കാൻ തീരുമാനിച്ച തീരുമാനം പിൻവലിക്കുകയാണ്. ഇനിയൊരു കൂടിയാലോചനയ്ക്ക് ശേഷമേ പിരിക്കാൻ തുടങ്ങൂ. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടവർക്കെല്ലാം വിവരം കൊടുത്ത് അവരെ വിളിച്ച് TK രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. പന്നിങ്കര ടോളിനെതിരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിന് ഫലം കണ്ടു എന്നാണ് മനസ്സിലാകുന്നത്. തൽക്കാലം ടോൾ പിരിക്കുന്നില്ല. പന്നിങ്കര ടോൾ പ്ലാസയിൽ തൽക്കാലത്തേക്ക് പ്രദേശവാസികൾ ടോൾ കൊടുക്കണ്ട, ഇനിയൊരു ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും. എന്തായാലും ഈ വികസനമൊക്കെ വരുന്ന സമയത്ത് ഈ ഒരുപാട് യാതനകൾ സഹിച്ച ഈ നാട്ടുകാരെ പീഡിപ്പിക്കാൻ പാടില്ല. കരാർ കമ്പനി അതിന് ഇറങ്ങിത്തിരിച്ചതും ശരിയായില്ല. ഇതിൽ വലിയ നേതാക്കന്മാർ ഇടപെട്ട് ഈ പ്രദേശവാസികളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ പോലുള്ള സംരംഭങ്ങൾ വരുമ്പോൾ ആളുകൾ വസ്തു പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. കാരണം വസ്തു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ടോൾ അടിക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അവർക്ക് അപ്പോഴും ഈ ആടിനെ അഴിച്ചു കെട്ടാനും അടുത്ത വീട്ടിലേക്കൊന്ന് പോകാനും ടോൾ കൊടുത്തിട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അതൊരിക്കലും ശരിയല്ല താനും.